ജാസി പോവാണോ ജാസി? കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു ഇതില്ല. അത് ഞാൻ ഇത്രയും ദൂരം നോക്കി വന്നത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. കാരണം അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാകുന്ന ആഘാതം എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ ചില കമ്മ്യൂണിറ്റികൾ നമ്മളോടുള്ള പേഴ്സണൽ ഗ്രഡ്സ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. അത് ഭയങ്കര ഹേർട്ടായി എനിക്ക് പേഴ്സണൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോകസഭയിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ പേഴ്സൺ അമൻ ബിൽ 2026. ഒരു പേഴ്സൺ വന്നിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് അങ്ങോട്ട് അംഗീകരിക്കത്തില്ല. ഈ ഒരു സാധനം അംഗീകരിക്കണമെങ്കിൽ ലിംഗമാറ്റ സർജറി ചെയ്തിട്ടുണ്ടാവണം. അതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഗവൺമെൻറ്റിന് കാണിക്കണം. അത് ഗവൺമെൻറ് ബോർഡിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ട്രാൻസ്ജെൻഡറായിട്ട് അംഗീകരിക്കും. ഇതാണ് നിയമം. ഇതിനെതിരെ ട്രാൻസ്ജെൻഡേഴ്സ് സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ജാസി താത്ത, അണ്ണൻ, എനിക്കറിയത്തില്ല, ഇന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്ത് നിർത്തിയതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അണ്ണൻ്റെ ഒരു വീഡിയോ കിട്ടിയപ്പോൾ എന്താ സന്തോഷം. എന്നോട് ഒരു വീഡിയോ ചെയ്യുന്ന പറഞ്ഞത്, ഇത് 2ാമത്തെ വീഡിയോ ശരിയാക്കി തരാം. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ കിട്ടുന്നതനുസരിച്ച് ഞാൻ അണ്ണൻ്റെ വീഡിയോ ചെയ്യും. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാണിക്കുന്നേ. നാദിറയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇവിടത്തേക്കാണ് നമ്മുടെ ജാസി താത്ത കയറി ചെല്ലുന്നത്. താത്തയല്ല അണ്ണൻ. എനിക്ക് തന്നെ തെറ്റുന്നുണ്ട് പണ്ടാരം. നിലവിൽ ഇത്തരത്തിലുള്ള സഹോദരങ്ങൾ ഇത്രയും എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ഇന്ത്യയിൽ ഒട്ടേക്കും അവിടെ ഇവിടെ നീങ്ങി കിടക്കുന്നവരെല്ലാവരും പ്രക്ഷുബ്ധമായി ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ റൈറ്റ്സ് നേടണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിയമപരിരക്ഷ വേണം, ഇന്ത്യയിൽ ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്ന് ഘോരം ഞങ്ങൾക്ക് അക്സെപ്റ്റ് തരുമ്പോഴും ഇത്തരത്തിലുള്ള നിറയെ മാഫിയ തരത്തിലുള്ള ഇങ്ങനെ മാറ്റങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. ഇപ്പോൾ മാഫിയ തലത്തിലുള്ള മാറ്റങ്ങളോ? ഇത് ഒരു കണക്കിന് വന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ട്രാൻസ്ജെൻഡർ ആണേ എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. സർജറി ചെയ്തിട്ടില്ല, സാരി ഉടുത്ത് അല്ലെങ്കിൽ പെൺവേഷം കേട്ടിട്ട് ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അത് തിരിച്ചെടുത്തിട്ട് യഥാർത്ഥ ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കുന്നതിൽ എന്താണ് ഇവിടെ ഇത്ര വലിയ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ശ്രീകൃഷ്ണന് 10 ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ എവിടെയാണ് പോയിട്ട് ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല ശിവനും പാർവതിയും അർജുനനും അവരാരും ആരുടെയും മുമ്പിൽ സ്വന്തം ശരീരം വിശ്വസിച്ചിട്ടല്ല അവരെ നമ്മൾ വിശ്വസിക്കുന്നതും കുമ്പിടുന്നതും. അപ്പൊ നമ്മള് ജീവിക്കുന്ന ഈ സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് വെക്കുന്നത്? ശ്രീകൃഷ്ണന് 10 ID ഉണ്ട്, 10 ഐഡൻറ്റിറ്റി കാർഡാണോ കൃഷ്ണൻ എന്നൊക്കെ? ഇവിടെ എന്ത് ആടേ, തലയ്ക്ക് കുറച്ച് എനിക്ക് അറിഞ്ഞൂടാ, വെളിവില്ലായ്മയാണോ അല്ലെങ്കിൽ വേറെ വല്ലതുമാണോ? എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അവതാരങ്ങളാണ് മിസ്റ്റർ അത്, അല്ലാതെ എന്താ ഇപ്പോൾ പറയുക, പെണ്ണായിട്ട് ജനിച്ചിട്ട് ആണായിട്ട് ജീവിക്കുന്നതിനെ അല്ല. അത് അവതാരങ്ങളാണ്. ദൈവമേ, ഇപ്പോഴൊന്നും ശ്രീകൃഷ്ണനല്ല ഞാൻ ഭാഗ്യം. ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഇവർ ഐഡിയും കൂടെ എടുപ്പിച്ച് വിട്ടേനെ. ശ്രീകൃഷ്ണ നിനക്ക് 10 അവതാരം ഉണ്ട്, നീ 10 ഐഡൻറ്റിറ്റി കാർഡ് എടുത്തേനെന്ന് പറഞ്ഞേനെ. ഇത്രയും ദൂരം ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാൻസർക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഒരു നയം ഇപ്പോൾ പുതിയ അവർ ഇറക്കാൻ വേണ്ടി പോകണം. ആദ്യം പോയിട്ട് വല്ല സ്പീച്ച് തെറാപ്പിയും ചേച്ചി. അണ്ണ, ഇത് സ്പീച്ച് തെറാപ്പിയും ഇല്ല, വായൊട്ട് വഴങ്ങത്തും ഇല്ല. വായി വഴങ്ങാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളെ കൊണ്ട് ആവുന്നത് നിങ്ങൾ സംസാരിച്ചാൽ പോരെ. ഇത് മലയാളവും പറയാൻ അറിയത്തില്ല, ഇംഗ്ലീഷും പറയാൻ അറിയത്തില്ല. ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയൊരു പ്രോബ്ലം ആയി മാറും അത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ അവകാശം നേടിയൊക്കെ നമ്മൾ തന്നെ ഇറങ്ങണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് നോമ്പ് നോക്കി ഇത്രയും ദൂരത്തേക്ക് ഈ വെയിലത്ത് ഒരുപാട് പീപ്പിൾ വന്നിട്ടുണ്ട്. ആര് ട്രാൻസ്ജെൻഡർ? സോറി, വന്ന തള്ള പറഞ്ഞാൽ എൻ്റെ വായിലും വഴങ്ങാതെ. എവിടുത്തെ ട്രാൻസ്ജെൻഡർ ആണ് ജാസി താത്ത? സോറി അണ്ണ, നിങ്ങൾ താടിയും പഠിച്ച് പെൺപിള്ളേരെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആയോ? നിങ്ങൾ സർജറി ചെയ്തിട്ടുണ്ടോ ട്രാൻസ്ജെൻഡർ എന്ന് പറയാൻ വേണ്ടിയിട്ട്?
ആ കമ്മ്യൂണിറ്റി കൂടിയ ആൾക്കാർ പോലും ജാസിത്താത്ത അവരുടെ കമ്മ്യൂണിറ്റി പെട്ട ആളാണെന്ന് പറയുന്നില്ല. പിന്നെ ജാസിത്താത്ത എങ്ങനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടു? കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ല ഇതുവരെ. ഇപ്പൊ കൊച്ചിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐഡന്റിറ്റി ഡിക്ലയറിന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ. സുഹൃത്തുക്കളാണ് ഞങ്ങള്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഡിസബിലിറ്റി കാണിക്കുന്ന പ്ലേസുകളിലൊന്നും തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ വ്യക്തികളെ കാണാറില്ല പൊതുവെ. പല കാര്യങ്ങളും ഇത് കുഞ്ഞിന്റെ ക്രൈസിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ പോയി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ കൃത്യമായി ഡിസബിലിറ്റിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രൈഡും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മീഡിയയിലൂടെയൊക്കെ അറിയിക്കുന്നത്. പക്ഷെ വരാറില്ല, വന്നിട്ടില്ല അല്ലേ. ജാസി സംസാരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ജാസി പേഴ്സണലി എൻ്റെ സുഹൃത്താണ്, എനിക്കൊരു വിയോജിപ്പും കാര്യമില്ല. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു മീഡിയ ഫിലിമുള്ള വ്യക്തിയെന്ന നിലയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റി പരിപാടിക്കും പോവാത്ത ജാസിത്താത്തേനെ എങ്ങനെ ട്രാൻസ്ജെൻഡർ എന്ന് പറയാൻ പറ്റും? ബാക്കിയുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ആനുകൂല്യങ്ങൾ ചുമ്മാ ഒരു ഭാഗത്തിരുന്ന് ഞാനും ട്രാൻസ്ജെൻഡർ ആണെന്ന് മേടിച്ച് കൂട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളൊരു കമ്മ്യൂണിറ്റി പെട്ടതാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത് ഞങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും ജാസി വന്നിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ ട്രാൻസ്ജെൻഡറായി? നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ പറയുന്നത്. മുമ്പ് കഴിയാൻ വേണ്ടി 27 കഴിയാൻ വേണ്ടി കാത്തിരുന്നാണോ പറഞ്ഞിട്ടിട്ട് ഇറങ്ങിയത്? ഞങ്ങൾ അവകാശത്തിൽ ഞങ്ങൾ തന്നെ ഇറങ്ങണം. ഒരാളും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ആൾക്കാരില്ല. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ സംസാരിക്കണം, ഞങ്ങൾ തന്നെ ഞങ്ങൾ ശബ്ദം ഉയർത്തണം. നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ പെടത്തില്ല അണ്ണാ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിൽ നിങ്ങൾ വരത്തില്ല. നിങ്ങളെ ട്രാൻസ്ജെൻഡറായിട്ടേ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കാണുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേറെ കുറെ ശബ്ദങ്ങൾ വരുന്നുണ്ടല്ലോ. അതെ, അത് ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂവിലും പറയാറുണ്ട്, പല ഇതിലും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നല്ലവരുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ച് കീടങ്ങളുണ്ട്. അവർ തമ്മിൽ ഞാൻ ചുമ്മാ ഒരു ഭാഗത്ത് വെറുതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, പ്രസവം കഴിഞ്ഞോ, ആണാണോ പെണ്ണാണോ? അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് കുറച്ച് ആൾക്കാർ. ഉള്ള ചോദ്യമല്ലേ ചോദിച്ചേ. ഞാൻ ഗർഭിണിയാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങളല്ലേ തള്ളേ, സോറി അണ്ണ, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതേ ഞാൻ ഗർഭിണിയാണ്, 3 മാസം ഗർഭിണിയാണ്, മാങ്ങാത്തൊലയാണെന്നും പറഞ്ഞിട്ട് നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഴുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ വന്ന് ചോദിക്കും, പിന്നെ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. ആ കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും സംശയമുണ്ട്. നിങ്ങൾ ആണാണോ അതോ പെണ്ണാണോ? നിങ്ങൾ ആദ്യം അതിലൊരു തീരുമാനം ഉണ്ടാക്കുക. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇങ്ങയുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഒരു പെണ്ണായ നീ വേറൊരു പെണ്ണിന് ഇങ്ങനെ ഒന്നും പറയരുത്. ഇവൻ പെണ്ണാണോ? അതിന് എന്തുറപ്പുണ്ട് ഇവൻ പെണ്ണാണോ എന്നുള്ള കാര്യത്തിൽ? ഇവൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഇവൻ്റെ കമ്മ്യൂണിറ്റിക്കാർക്ക് പോലും ഉറപ്പില്ല. അപ്പോഴാണ് മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരെ, നല്ല ആൾത്താമസമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ചോദിക്കുന്ന ആൾ മുഖം മറിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്നോട്. ആ മുഖം വിസിബിൾ ആക്കി സംസാരിക്കാൻ കൂടെയുള്ള ഒരു ഇതില്ല, ഗഡ്സ് ഇല്ല. നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മുഖം കാണിച്ച് ട്രാൻസ് ആണ് പണ്ടേ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയതും. സോഷ്യൽ മീഡിയയിൽ വന്ന കുറേ അപരാധങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തി അവിടെ എത്തി. നിങ്ങൾ പ്രസവിച്ചു എന്ന് അവർ ചോദിച്ചാൽ എന്ത് തെറ്റിരിക്കുന്നു? ഞാൻ ഗർഭിണിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ, ഓരോ കോപ്രായങ്ങൾ കാണിച്ചത് നിങ്ങൾ, സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കും. കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു ഇതില്ല. ദൂരം നോർമൽ നോക്കി വന്നത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാകുന്ന ആഘാതം എത്രത്തോളം ഉണ്ടാവുന്ന മനസ്സിലാക്കിയിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ ചില കമ്മ്യൂണിറ്റികൾ നമ്മളോടുള്ള പേഴ്സണൽ ഗ്രഡ്സ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. അത് ഭയങ്കര ഹേർട്ടായി എനിക്ക് പേഴ്സണലി. കണക്കായിപ്പോയി, അപമാനിച്ച് വിട്ട് ജാസി അണ്ണനെ അവിടെ നിന്ന്. അയ്യോ എനിക്ക് വയ്യേ. ഇനിയിപ്പോൾ ജാസി ചേട്ടൻ്റെ ഫ്രണ്ടിനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ആ കമ്മ്യൂണിറ്റി പോലും പെട്ടതല്ല, നിങ്ങൾ പോടോ, നിങ്ങളുടെ ഭീഷണിയും കൊണ്ട് ഇങ്ങോട്ട് വായനി. എനിക്ക് എത്ര വീഡിയോ കിട്ടുന്നോ അത്രയും വീഡിയോ ഞാൻ ചെയ്യും. കാണിച്ചാലാണോ കാലം ഞാൻ? നിങ്ങൾക്ക് എന്നെ എന്ത് പറഞ്ഞേ കൊല്ലണം, ആൾക്കാരെ വേണം അല്ലേ? വിടടോ താൻ കാണിച്ചില്ലേ, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഞാൻ.